Alhamdulillah. Salatu wassalamu ala ashrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Ya ayyuhalladhina amanu usikum wa iyaya thaniyan bittaqwallah. സത്യവിശ്വാസിനി ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിച്ച തഖ്വയോടെ ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ പല ക്യാപ്ഷനുകളൊക്കെ കേൾക്കുന്നു, മാറാത്തത് മാറുന്നു. നേരത്തെ മാറ്റത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി പറഞ്ഞു വെക്കുന്ന ഒരു തത്വം, ഒരു ജനതയുടെ അവസ്ഥയിൽ മാറ്റം വരണമെങ്കിൽ ആ ജനതയുടെ ഭാഗത്തു നിന്നാണ് മാറ്റത്തിന്റെ ആദ്യപടി ഉണ്ടാകേണ്ടത്. ആദ്യത്തെ മൂവ്മെന്റ് മനുഷ്യരിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് എന്നാണ്. ഇതിനെ 3 പദങ്ങളായിട്ട് ഇതിനെ നമുക്ക് ചുരുക്കി സംഗ്രഹിക്കാൻ പറ്റും. ഒന്നാമതായിട്ട് ഖദറാണ്, അഥവാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരിക്കലും ഇടപെട്ട് മാറ്റം വരുത്താൻ കഴിയാത്ത സംഗതികളാണ് നമ്മുടെ ജനനം. നമ്മുടെ ഉമ്മ ഇന്ന ആളാവണം, ഇന്നതാവണം, ഇന്ന രാജ്യത്ത് ജനിക്കണം, ഇന്ന രൂപത്തിൽ മരിക്കണം എന്നുള്ളതൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ ഖദറാണ്. ഈ ഖദറിനെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അഥവാ ഇഖ്തിയാർ, തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അഥവാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അല്ലാഹുവിന്റെ ഖളയോടുള്ള, വിധിയോടുള്ള നമ്മുടെ പ്രതികരണമാണ്. അല്ലാഹുവിന്റെ തീരുമാനത്തോടുള്ള നമ്മുടെ പ്രതികരണത്തെയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിലൂടെ, ഈ പ്രതികരണത്തിലൂടെ, ഇഖ്തിയാറിന്റെ അടിസ്ഥാനത്തിലാണ് പടച്ച തമ്പുരാൻ അല്ലാഹുവിന്റെ വിധി പരലോകത്ത് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം, എല്ലാ സംഭവങ്ങളും അല്ലാഹുവിന്റെ വിധി പ്രകാരമാണ് എന്നുള്ളത്. ഒരു ദുരന്തവും അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ സംഭവിക്കുന്നില്ല എന്നുള്ളത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറ്റുനോക്കുന്നത് എന്നതാണ്. അഥവാ ശാസ്ത്രീയമായിട്ട് ഇതിനെ പറഞ്ഞാൽ തന്നെ DNA അത് മനുഷ്യരിൽ യാതൊരു തരത്തിലുള്ള മാറ്റം വരുത്താൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. എന്നാൽ DNA എന്നുള്ളത് മനുഷ്യന്റെ സാധ്യതയെ നിർണയിക്കുന്നതാണ് എങ്കിലും അതിലെ തീരുമാനം അതാണ് യാഥാർത്ഥ്യത്തെ നിർണയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഈ രൂപത്തിൽ ഒരു കളിക്കളം, ഒരു ഫുട്ബോൾ കളി പോലെ, ഫുട്ബോൾ കളിക്കാരൻ മൈതാനത്തിന്റെ വലിപ്പം, അവരുടെ അന്നത്തെ കളി ഉണ്ടാകുന്ന കാലാവസ്ഥ എങ്ങനെയാണ്, ഏത് റഫറി ആയിരിക്കണം കളി നിയന്ത്രിക്കേണ്ടത്, ഏത് തരത്തിലുള്ള നിയമമായിരിക്കണം കളിയിൽ നടപ്പിലാക്കേണ്ടതെന്നൊന്നും കളിക്കാർക്കോ ടീമിനോ തീരുമാനിക്കാനുള്ള അവകാശമാണ്. ഇതുപോലെയാണ് അല്ലാഹുവിന്റെ വിധി. സാഹചര്യങ്ങളെ അത് പടച്ച തമ്പുരാനാണ് തീരുമാനിക്കുകയും നമുക്ക് നൽകുകയും ചെയ്യും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സംരക്ഷണം, ഒരു ഹിദായത്തിന്റെ സഹായഹസ്തം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അഥവാ കളിക്കളത്തിൽ പന്ത് പടച്ച തമ്പുരാൻ കളി എങ്ങനെയാണ്, എങ്ങനെ ആർക്കൊക്കെ പാസ് ചെയ്തുകൊണ്ട് എവിടെ ഗോൾ അടിക്കണം, എങ്ങോട്ട് അടിക്കണം, പുറത്തേക്ക് അടിക്കണോ, പെനാൾട്ടി, അതല്ല അകത്തേക്ക് അടിക്കണോ, കയ്യിലേക്ക് അടിക്കണോ, ആർക്കൊക്കെ പാസ് ചെയ്യണം എന്നുള്ളത് കളിക്കാരന്റെ ഇച്ഛാ സ്വാതന്ത്ര്യത്തിന് പടച്ച തമ്പുരാൻ വിട്ടുകൊടുത്തതുപോലെയാണ്. ജീവിതത്തിൽ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഏത് രൂപത്തിൽ തെരഞ്ഞെടുക്കണം എന്നുള്ളത്, അഥവാ പടച്ച തമ്പുരാൻ ഹിദായത്തിന്റെ തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ തൗഫീഖ് പടച്ച തമ്പുരാൻ നൽകുന്ന ഉറപ്പുള്ള ഒരു വാഗ്ദാനമാണ്. നമ്മുടെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിജയം നൽകുമെന്ന തൗഫീഖ്, ആ വാഗ്ദാനം പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്നു എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഇങ്ങനെ കളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ടിന്റെ അപ്പുറത്ത്, ഗാലറിയിലോ ഗാലറിക്ക് അപ്പുറത്തോ നടക്കുന്ന സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ വിവാദങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ഒരു കളിക്കാരൻ അതില് ശിക്ഷിക്കപ്പെടുകയോ കുറ്റപ്പെടുത്തപ്പെടുകയോ ചെയ്യുകയില്ല. എന്നാൽ കളിക്കകത്തുണ്ടാകുന്ന ഫൗളുകൾ,
അതിൽ മഞ്ഞക്കാർഡും അതിൽ താക്കീതും അതിൽ റെഡ് കാർഡും അതിൽ ഡിസ്മിസലും അതിൽ ഫൈനും ഒക്കെ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ ഇത്തരത്തിലുള്ള ഒരു കളിക്കളത്തിലെ കളിക്കാരന്റെ റോളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നിയമസംഹിത അഥവാ അല്ലാഹുവിന്റെ ശർഈയായ ശരീഅത്ത് നിയമങ്ങൾ പാലിക്കുക എന്നത് ഒരു റഫറിയും ഒരു നിയമ സംവിധാനവും ഉണ്ട്. അതുകൊണ്ട് തന്നെ തോന്നിയതുപോലെ ക്രൂരമായ അച്ചടക്കമില്ലാത്ത കളി ജീവിതം അത് ഈ ജീവിതമാകുന്ന കളിക്കളത്തിൽ സാധ്യമല്ല എന്നതാണ്. സ്വതന്ത്രമായി കളിക്കാനുള്ള അനുവാദമുണ്ട് എങ്കിലും അതൊക്കെ നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് ആകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അരാജകത്വമില്ലാത്ത ഒരു സംസ്കാരം, വർഗീയതയില്ലാത്ത ഒരു പൗര സമൂഹത്തെ, ഒരു സംസ്ഥാനത്തെ ഇവിടെ കെട്ടിപ്പടുക്കാൻ വേണ്ടി താനും തന്റെ പാർട്ടിയും അതിന്റെ ആളുകളും അനുയായികൾക്കും മാത്രം വികസനവും പുരോഗതിയും ഇതുപോലെ തന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭീതിയും ബേജാറും ഉണ്ടാകുമ്പോൾ ഏതു തരത്തിലുള്ള ജുഗുപ്സാവഹമായിട്ടുള്ള കുൽസിതമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുന്ന തരത്തിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നതിനെയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. ഇങ്ങനെ തിരിച്ചറിവോടുകൂടി നമ്മുടെ ഉത്തരവാദിത്തത്തെ നിർവഹിക്കാനുള്ള നമ്മളുടെ സ്വാതന്ത്ര്യം, അതിനുള്ള അവസരം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള നമ്മുടെ അമാനത്ത്, അതിന്റെ സൽവിനിയോഗം ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ഖദറിൽ, അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമ കാണിക്കുകയും എന്നാൽ മാറ്റം വരുത്താൻ കഴിയുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉത്തരവാദിത്വത്തോടെ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉത്തരവാദിത്വം. വിശ്വാസിയുടെ ഇഹലോകത്തെയും പരലോകത്തെയും സമാധാനത്തിന്റെയും വിജയത്തിന്റെയും അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലടക്കം നമ്മളുടെ ഈ വോട്ടവകാശം എന്ന ഈ അധികാരത്തെ ഏറ്റവും ബുദ്ധിപരമായി 5 വർഷ കാലയളവിൽ പല്ല് കടിക്കാതിരിക്കാൻ, ഖേദം പ്രകടിപ്പിക്കാതിരിക്കാൻ അതിനുള്ള ജാഗ്രത ഉണ്ടാകണമെന്നും മുസ്ലിം സമുദായം എന്നുള്ള വൈകാരികതയോടുകൂടി ഒരു രാജ്യത്തിന്റെ കെട്ടുറപ്പിനു വേണ്ടി ഐക്യത്തിനും അഖണ്ഡതയ്ക്കും രാജ്യസ്നേഹത്തെയും ദേശസ്നേഹത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടലായിക്കൊണ്ട് നമ്മുടെ വോട്ടവകാശത്തെ കാണാനുള്ള വിവേകം നമ്മളിൽ ഉണ്ടാകണമെന്ന് അവസാനമായി അടിവരയിട്ട് പറഞ്ഞു നോക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള എത്ര ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം അല്ലാഹുവിന്റെ തിരുവോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്വ ബോധം, അമാനത്തിനെ കുറിച്ചുള്ള ഭയം, തഖ്വ അല്ലാഹു നമുക്ക് ഏവർക്കും നൽകിയിരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിവില്ലായ്മ സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ കൊണ്ട് അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ നമ്മുടെ ഭാഗത്ത് വന്നുപോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ചെയ്തതെല്ലാം തെറ്റായില്ല എന്നും ഇതുവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അത് വിഡ്ഢിത്തമായി പോയി എന്ന് മനസ്സിലാക്കാനും അതൊക്കെ വിവേകത്തോടുകൂടി പുനഃപരിശോധന നടത്തിക്കൊണ്ട് കൃത്യമായ നീതിബോധമുള്ള ആളുകളിലേക്ക് അധികാരം എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ, വോട്ടവകാശത്തെ ആ നിലക്ക് വിവേകത്തോടുകൂടി ബുദ്ധിപരമായി വിനിയോഗിക്കാനുള്ള സന്മനസ് അല്ലാഹു നമുക്ക് ഏവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളോട് അനീതിയും അക്രമവും പ്രത്യേകമായി കാണിക്കുന്ന ഭരണാധികാരികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും നീതിബോധത്തോടെ, സമത്വബോധത്തോടു കൂടി ഭരണം നിർവഹിക്കുവാനുള്ള സന്മനസ്, നീതിബോധം എല്ലാ ഭരണാധികാരികൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഈ ഉമ്മത്തിനോട് നീതി കാണിക്കുന്ന, സാധാരണക്കാരായ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും അതിന്റെ മൈത്രിയും കാത്തു സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അധികാരികളെ, കഴിവുള്ള ആളുകളെ ഈ മേഖലയിലേക്ക് വോട്ട് നൽകി തെരഞ്ഞെടുത്ത് കൊണ്ടുവരാനുള്ള അതിനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ലോകത്തിന്റെ നാനാഭാഗങ്ങൾ മുസ്ലിമായതിന്റെ പേരിൽ ആട്ടിയോടിക്കപ്പെടുകയും അതിക്രമത്തിനിരയാവുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടുകൂടി മുസ്ലിമായി ജീവിച്ച് മരിക്കാനുള്ള അവസരം അവർക്കും നമുക്കും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇറാനെതിരെയുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അക്രമത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ അതിന് ആശ്വാസവും പരിഹാരവും അല്ലാഹു ഉണ്ടാക്കി നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള അനീതി കാണിക്കുന്ന ഭരണകൂടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലക്ക് നിർത്തുകയും അവരുടെ അധികാരത്തെ അല്ലാഹു ഉന്മൂലനം ചെയ്തുകൊണ്ട് നീതിബോധമുള്ളവരുടെ കൈകളിലേക്ക് അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ സഹോദരങ്ങൾ, കഴിഞ്ഞ ജുമുഅയിൽ നമ്മുടെ കൂടെ ഈ മുന്നിലെ സഫിൽ ഇരുന്നുകൊണ്ട് ജുമുഅ നിർവഹിച്ച അന്ന് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ ഇശാ നമസ്കാരത്തിന് ഇവിടെ ജമാഅത്തിൽ പങ്കെടുക്കുകയും സലാം പറഞ്ഞ് പിരിഞ്ഞു പോവുകയും ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ വീട്ടിൽ വെച്ച് മരണപ്പെട്ട ഈ മഹലിലെ ആദ്യകാല പ്രവർത്തകൻ, മഹലിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ കൊലായിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ പിതാവ് മദ്രസ 4 കുട്ടികൾ 6 കുട്ടികൾ വെച്ചുകൊണ്ട് മദ്രസ വീടിന്റെ കൊലായിൽ വെച്ചാണ് തുടങ്ങിയത്. ബഹുമാനായ അലിക്കോയ സാഹിബ് അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് വെച്ച് വിളമ്പിയത് കഴിക്കാത്ത ഒരാളും ആ പൊറ്റമ്മൽ കാട്ടുകുളങ്ങര പ്രദേശത്ത് ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മര്യാദനായ സഹോദരൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വീഴ്ചകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വിയോഗം മൂലം കുടുംബത്തിനുണ്ടായ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുകയും അതിൽ ആശ്വാസവും സ്വാതന്ത്ര്യവും ക്ഷമയും സഹനവും കൈക്കൊള്ളാനുള്ള കരുത്ത് അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരോടൊപ്പം അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ആ സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ ഈ 2 സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത് ജുമുഅയിലും അതുപോലെ തന്നെ റമദാനിലുമുള്ള വളരെ കുറഞ്ഞ കണക്ഷൻ കൊണ്ടാണ്. അതുകൊണ്ട് ഇന്നും മാസത്തിൽ 1 തവണയാണ് നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കണക്ഷൻ എടുക്കാറുള്ളത്. അതിൻ്റെ ദിവസമാണ് എല്ലാ ആളുകളും പരമാവധി തുക അതുമായി ബന്ധപ്പെട്ട് നൽകണമെന്ന് മെമ്പറിൽ വെച്ച് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.